ഇന്നൊരു സൺഡേ ആണ്. ഇവിടെ ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടാവും. ഞാനെൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ചിന് പ്രത്യേകിച്ച് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇന്ന് ലഞ്ചിന് മസാല ഓംലെറ്റും ബ്രിഞ്ചാൾ ഫ്രൈയും രസമൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മസാല ഓംലെറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഇന്ന് ഫിഷില്ല. ഇന്നെന്നല്ല 2 ദിവസമായിട്ട് ഇവിടെ ഫിഷില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ, അതുകൊണ്ടാണ് ഓംലെറ്റിനെ മസാല ഓംലെറ്റ് ആക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ എന്തായാലും മസാല ഓംലെറ്റ് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ 2 പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ പകുതി ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാൻ 2 മുട്ടയാണ് ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വാടിക്കിട്ടുന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അതറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞു കളയാം. ഇനി ഞാനിതിലേക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ മസാലകളും ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കൂട്ടി ഒന്ന് വഴറ്റിയെടുത്തു. ഇനി എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ടയെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ 2 മുട്ടയും ഞാനിതാ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ട മസാല ഓംലെറ്റിൻ്റെ വീഡിയോസിലെല്ലാം ഈ മുട്ട നമ്മുടെ മസാലയിലേക്ക് ഒഴിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്നാലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി, നേരെ തിരിച്ച് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിനെ ഓംലെറ്റാക്കി മാറ്റുന്നത്. അപ്പോൾ നേരത്തെ പാന് തന്നെയാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് ചെയ്ത സാധനം ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എൻ്റെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു രസത്തിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മസാല ഓംലെറ്റ് കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടേ. അങ്ങനെ ഓംലെറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. അപ്പോൾ സെയിം പാന് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ഞാൻ മസാല പുരട്ടി വെച്ച ബ്രിഞ്ചാൾ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാൻ ഈ ബ്രിഞ്ചാൾ ഫ്രൈ കഴിക്കുന്നത് ഈ ഇടക്കാണ്. വഴുതനങ്ങ കണ്ടാൽ എനിക്കത് കഴിക്കാനേ തോന്നാറില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതെന്തോ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ. ഒരിക്കലും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രിഞ്ചാൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആൾക്കെന്തോ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, എനിക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് രസം ഉണ്ടാക്കലാണ്. രസത്തിൻ്റെ മിക്സും ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, ഈസി രസമാണ്. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഒരു പാനിൽ കടുകിട്ട് പൊട്ടിച്ച് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ എൻ്റെ രസം ഇവിടെ റെഡിയാവും. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം, പാത്രം കഴുകണം. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളും കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കാം. ഇനിയൊരു ഡെക്കറേഷൻ ആവാം. ഐറ്റംസൊക്കെ കുറവായതുകൊണ്ട് ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്താൽ കണ്ണിന് കാണാനൊരു രസമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.